So let us begin our class. Fundamental theorem of calculus. ഞാൻ നേരത്തെ പറഞ്ഞു, this is the crucial topic in the module 3. Integration എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്, ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തതെന്ന് നമ്മൾ കഴിഞ്ഞ സെക്ഷൻസിൽ കണ്ടു. as a limit of sum, f of x ഒരു ഫംഗ്ഷൻ ഡിഫൈൻഡ് in an interval ab, then we will divide that interval into a number of sub-intervals and we will pick some points c1, c2, etc. cn from each of the sub-intervals and we'll take the sum sigma f of ci into length of the sub-interval. Okay, that summation, that when the number of intervals tends to 0, it will be tending to some limit. That is, we will consider this summation f of ci delta xi. Delta xi is the length of the nth subinterval and ci is a point from the ith subinterval. Delta xi is the length of ith subinterval and ci is a point from ith subinterval. Then here summation I will be varying from 1 to n, where n is the total number of subintervals. When you take the limit n tends to infinity, this may tend to a limit. When we take the limit, if it tends to a limit, it is said to be the integral of the function f in the interval a to b. നമ്മൾ ഇങ്ങനെയാണ് ഇന്റഗ്രൽ ഡിഫൈൻ ചെയ്തത്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ, if the function is continuous in the interval a to b, then actually this integral will become the area under the curve bounded by the two ordinates at x equal to a and x equal to b and the x-axis. This area will be actually the integral a to b fx dx in the case of f becoming a continuous function. Okay, ഇങ്ങനെയാണ് നമ്മൾ ഇന്റഗ്രേഷൻ ഡിഫൈൻ ചെയ്തത്. കൂടാതെ ഡെറിവേറ്റീവ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ മുൻപേ ഡിഫൈൻ ചെയ്തതാണ് +2 കാലഘട്ടത്തിൽ. അതും ലിമിറ്റ് ഓഫ് കോഷ്യന്റ് ആയിട്ടാണ്, ലിമിറ്റ് ഓഫ് ഡിഫറൻസ് കോഷ്യന്റ് ആയിട്ട്. അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തതെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ്, let f be a function defined again in an interval ab. x എന്നുള്ളത് അതിലുള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആയിക്കോട്ടെ, x belongs to interval ab. Then derivative will be defined like, ഞാനത് വൺ നോട്ട് എടുത്ത് ചെയ്യാം, അതായിരിക്കും നിങ്ങൾക്ക് കാണാൻ എളുപ്പം. അല്ലെങ്കിൽ f be a function defined on interval ab, a real valued function. X is a point in the interval, open interval ab. അത് perfectly inside ആണ്, not the on the end point. അപ്പോൾ limit of f of x plus h minus f of x divided by h, where the limit is taken for h tending to 0. ഈ എക്സ്പ്രഷൻ ഇതിനൊരു ലിമിറ്റ് ഉണ്ടെങ്കിൽ that is defined as the derivative at the point x. x എന്നുള്ളത് ഒരു ജനറൽ പോയിന്റ് തന്നെയാണ്. അപ്പൊ അവിടെ ഒരു എക്സിൽ നിന്ന് ഒരു എക്സ് പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ ചെറിയൊരു ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് കൊടുത്ത് ചേഞ്ച് കൊടുത്ത പുതിയ പോയിന്റ് ആണ് എക്സ് പ്ലസ് എച്ച്. അവിടെയുള്ള ഫംഗ്ഷണൽ വാല്യൂ മൈനസ് എക്സിലുള്ള ഫംഗ്ഷണൽ വാല്യൂ. അപ്പോൾ ഈ ന്യൂമറേറ്റർ വിൽ ബി ദ ഡിഫറൻസ് ഇൻ ഫംഗ്ഷണൽ വാല്യൂ divided by difference in the value of the independent variable. h എന്നുള്ളത് ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ അത് x ആണ് ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. f of x എന്ന് എടുക്കുമ്പോൾ അതിനെ സാധാരണ നമ്മൾ y എന്ന് ഡിനോട്ട് ചെയ്യും. y is the dependent variable. ന്യൂമറേറ്ററിൽ ഡിപെൻഡന്റ് വേരിയബിളിലുള്ള ചേഞ്ച് ആണ്. ഡിവൈഡഡ് ബൈ ഇൻ ദ ഡിനോമിനേറ്റർ ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ, ആൻഡ് ദിസ് റേഷ്യോ ഓഫ് ദ ചേഞ്ച്, അപ്പൊ ആവറേജ് ചേഞ്ച് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ആവറേജ് ചേഞ്ച്
ഓക്കെ, ആവറേജ് ചേഞ്ചിൽ വെൻ എച്ച് ടെൻസ് ടു സീറോ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ചേഞ്ച് അപ്ലൈ ചെയ്യുന്നത്, ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ ചേഞ്ച് അപ്ലൈ ചെയ്യുന്നത് വളരെ ചെറുതാക്കി കൊണ്ടിരുന്നു, എച്ച് ടെൻഡിങ് ടു സീറോ. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് ചേഞ്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച്. ആവറേജ് ചേഞ്ചിൽ, ഒരു മിനിറ്റ്, എൻ്റെ ഫോൺ അത് ഓഫായി പോയി, അതുകൊണ്ട് അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ, ഇസ്മായിലിനെ ഞാൻ പല പ്രാവശ്യം അഡ്മിറ്റ് ചെയ്യാൻ നോക്കിയല്ലോ, എന്തോ പറ്റുന്നു, അഡ്മിറ്റ് ചെയ്യാൻ നടക്കുന്നില്ല. ഇപ്പൊ അഡ്മിറ്റഡ് ആയി തോന്നുന്നു അല്ലെ? ഇസ്മായിൽ ഇവിടെ ഉണ്ടോ? അപ്പൊ ഇസ്മായിലിന് എന്തോ എനിക്ക് പറ്റുന്നില്ലല്ലോ അഡ്മിറ്റ് ചെയ്യാൻ. ഇസ്മായിൽ തന്നെയാണോ ഇത്? അല്ല, ഇത് വേറെ ബീന. ഇസ്മായിൽ ജോയിൻഡ് ആണോ? ഞാൻ 3 പ്രാവശ്യമായിട്ട് നേരത്തെ അഡ്മിഷൻ കൊടുത്തു, പക്ഷെ വന്നില്ല. ശരി, ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഡെറിവേറ്റീവ് എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്നാണ്. ഈ ഡിഫറൻസ് ഇൻ ഡിപെൻഡന്റ് വേരിയബിൾ ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഇതിന്റെ റേഷ്യോ ആണ് ആവറേജ് ചേഞ്ച്. ആ ആവറേജ് ചേഞ്ച് എന്ന് പറയുന്നത് എച്ച് മാറുന്നതിനനുസരിച്ച് മാറാം. ഇപ്പൊ നമ്മളൊരു വലിയ എച്ച് എടുത്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ആവറേജ് ചേഞ്ച് ഡിഫറെന്റ് ആവാം. ചെറിയ എച്ച് എടുത്ത്, അതായത് ഒരു ഇൻസ്റ്റന്റിൽ നിന്നുകൊണ്ട് ഒരു ചെറിയ ചേഞ്ച് മാത്രം ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ കൊടുത്തിട്ട് നമ്മൾ റേഷ്യോ ഓഫ് ദീസ് ടു ക്വാണ്ടിറ്റീസ് എടുത്തു കഴിയുമ്പോൾ ഉണ്ടാവുന്നത് വ്യത്യാസം ഉണ്ടാവാം. അപ്പൊ ഇതിനൊരു യുണീക്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എച്ച് ടെൻസ് ടു സീറോ. യുണീക്നെസ് മാത്രമല്ല, ഒരു പോയിന്റിലെ ചേഞ്ചിങ് ടെൻഡൻസി എന്ത് എന്ന് നമുക്ക് കിട്ടണം. ഒരു പോയിന്റിലെ ചേഞ്ചിങ് ടെൻഡൻസി നമുക്കറിയാം. വെലോസിറ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു മൂവിംഗ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ഓരോ ഇൻസ്റ്റന്റിലും മാറിക്കൊണ്ടിരിക്കും. ഓരോ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിലും വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു പോയിന്റിലെയും വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആ പോയിന്റിൽ നിന്നുകൊണ്ട്, ഇപ്പൊ ടൈം, ഒരു പെർട്ടിക്കുലർ ടൈം അവിടുത്തെ വെലോസിറ്റി ആണ് കാണണമെങ്കിൽ ആ ടൈമിന് കുറച്ച് ടൈം കൂട്ടിക്കൊടുക്കുമ്പോൾ എത്രമാത്രം ഡിസ്പ്ലേസ്മെന്റ് വന്നു, ആ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം എടുക്കും. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം അതെടുത്ത് റേഷ്യോ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ആവറേജ് വെലോസിറ്റിയെ കിട്ടുക. പക്ഷെ ആ ചേഞ്ച് ഇൻ ടൈം എന്നുള്ളത് എത്ര ചെറുതാക്കി കൊടുക്കുന്നോ അതാണ് ഒരു പോയിന്റിലെ ടെൻഡൻസി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് കിട്ടുള്ളൂ. ആ ചേഞ്ച് ഇൻ ടൈം ഡെൽറ്റ ടി എന്നുള്ളത് യു ഹാവ് ടു ടേക്ക് ടെൻഡിങ് ടു സീറോ. അപ്പോൾ ഡെൽറ്റ ടി ഈക്വൽ ടു സീറോ എന്ന് കൊടുത്താൽ പിന്നെ അത് മീനിങ്ലെസ് ആയി. ഡെൽറ്റ ടി ഈക്വൽ ടു സീറോ എന്ന് കൊടുത്താൽ ഡിനോമിനേറ്റർ സീറോ ആവും, ന്യൂമറേറ്റർ സീറോ. 0/0 എന്നുള്ളത് ഇൻഡിറ്റർമിനേറ്റ് ആണ്. അപ്പൊ ഡെൽറ്റ ടി ഈക്വൽ ടു സീറോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയില്ല. ബട്ട് ഡെൽറ്റ ടി ഒരു ക്വാണ്ടിറ്റി ആണ് that is tending to zero. In the limiting case, what happens, that expression you may get, it is defined as the derivative at the instant. ഏത് പോയിന്റിൽ നിന്നുകൊണ്ട് അവിടെയാണോ നമ്മൾ ഡെൽറ്റ ടി അപ്ലൈ ചെയ്യുന്നത് ആ പോയിന്റിലെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് കിട്ടുക. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് with respect to time, we are getting velocity, but that can be generalized for any function with any independent variable and dependent variable. Okay, practical applications il adu velocity ആയി മാറുന്നു. In the case of displacement varying with time, മറ്റ് പല സിറ്റുവേഷൻസിൽ again if you find a rate of change of velocity with respect to time, you will get the acceleration. Okay, ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇൻറ്റ്യൂഷൻ കിട്ടിയിട്ടാണ് ന്യൂട്ടനും ലെബനിറ്റ്സും കാൽക്കുലസ് എന്നുള്ള ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, നൗ കമ്മിങ് ടു അവർ തിയറം, ഫണ്ടമെന്റൽ തിയറം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും റിലേറ്റഡ് അതിനൊരു റീസണിങ് കൊടുക്കുകയാണ്. ഓക്കെ, ഒരു കൃത്യമായ ആർഗ്യുമെന്റോട് കൂടിയിട്ട് വി ആർ ഒബ്റ്റൈനിങ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡിഫറൻസിയേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. That we are doing in this section 4.5. Okay, നമ്മൾ മുൻപ് പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ് ഈ branch of mathematics, very important branch of mathematics called calculus was founded or developed by Sir Isaac Newton and Gottfried Wilhelm Leibniz. ഇവിടെ രണ്ട് പേരുകളും അവരുടെ ലൈഫ് പീരീഡ് കാലയളവും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ന്യൂട്ടൺ ഇംഗ്ലണ്ട് ആയിരുന്നു, ലെബനിറ്റ്സ് ജർമ്മൻ മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. ഓക്കെ, നൗ കം ടു ദ തിയറം. ഇപ്പൊ ഈ റിലേഷൻ ബിറ്റ്വീൻ ഡിഫറൻസിയേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ അത് രണ്ട് പാർട്ടായിട്ട്
ആണ് നമ്മൾ അത് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദ ടു തിയറംസ് ടുഗദർ, ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ്. ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്നറിയപ്പെടുന്ന തിയറമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ തിയറം പ്രൂവ് ചെയ്യുന്നതിന് മുമ്പ്, എന്താണ് തിയറം അതിന്റെ സ്റ്റേറ്റ്മെന്റിലേക്കും കടക്കുന്നതിന് മുൻപ്, സം ഇനീഷ്യൽ തിങ്സ് വി നീഡ്. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. മീൻ വാല്യൂ തിയറം ഫോർ ഡെഫിനിറ്റ് ഇന്റഗ്രൽസ്. മീൻ വാല്യൂ തിയറം എന്നുള്ളത് ഫണ്ടമെന്റൽ തിയറത്തിന് മുൻപ് പ്രീ റിക്വസിറ്റ് ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന തിയറാണ്. മീൻ വാല്യൂ തിയറം ചെയ്യുന്നതിന് മുൻപ് വി ഹാവ് ടു ഡിഫൈൻ ആവറേജ് വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ. ഓക്കെ, ആവറേജ് വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫംഗ്ഷന്റെ ആവറേജ് അവിടെ നിൽക്കട്ടെ, ഒരു റോ ഡേറ്റ, ഡിസ്ക്രീറ്റ് ഡേറ്റ തന്നാൽ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാൻ അറിയാം. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഓരോരുത്തരുടെയും മാർക്സ് തന്നു കഴിഞ്ഞാൽ ആവറേജ് മാർക്ക് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇപ്പൊ y1 y2 എക്സെട്ര yn വാല്യൂസ് ഉണ്ട് നിങ്ങളുടെ ക്ലാസ്സിലെ മാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ആവറേജ് ഹൈറ്റ് ആയിക്കോട്ടെ, y1 y2 എക്സെട്ര yn ആവറേജ് ഓരോരുത്തരുടെയും ഹൈറ്റ്സ് ആണെങ്കിൽ, n സ്റ്റുഡൻസ് ഉണ്ട്, അവരുടെ ഹൈറ്റ് ആണെങ്കിൽ നമ്മളെല്ലാം കൂടി സം ചെയ്ത് ഡിവൈഡഡ് ബൈ n എടുത്താൽ വാട്ട് യു ആർ ഗെറ്റിംഗ് ഈസ് ആവറേജ് ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. ഓക്കെ, ടോട്ടൽ ഹൈറ്റ് സം ചെയ്ത് ഡിവൈഡഡ് ബൈ n ചെയ്താൽ കിട്ടുന്നത് നമ്മുടെ ആവറേജ് ഹൈറ്റ് ആണ്, സ്റ്റുഡൻസിന്റെ ആവറേജ് ഹൈറ്റ് ആണ്. അപ്പൊ ഇതൊരു ഡിസ്ക്രീറ്റ് ഡേറ്റയാണ്. y1 y2 എക്സെട്ര yn എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തരുടെയും ഹൈറ്റ് വേറെ വേറെ നമുക്ക് തന്നിരിക്കുന്നു. ഓക്കെ, ഇതിലിപ്പോ n എന്നുള്ളത് എത്ര വലിയ നമ്പർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ഫൈനൈറ്റ് നമ്പർ ആയാൽ മതി. ഫൈനൈറ്റ് ഡേറ്റ വെച്ച് നമുക്ക് അതിന്റെ ആവറേജ് കമ്പ്യൂട്ട് ചെയ്യാം. അതിന് പകരം വേറെ എന്തെങ്കിലും ഒരു രൂപത്തിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡേറ്റ വന്നാൽ നമുക്കിങ്ങനെ ഹൈറ്റ് ഡിസ്ക്രീറ്റ് ആയി തരുന്നതിന് പകരം നമുക്കൊരു ഫംഗ്ഷൻ ആണ് ഉള്ളത്, എഫ് എന്നുള്ള ഒരു ഫംഗ്ഷൻ. എഫ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഗ്രാഫ് ഒക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ എഫ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇത് വേരി ചെയ്യുന്നത് ഒരു ഇന്റർവെല്ലാണ്, എ തൊട്ട് ബി വരെ വേരി ചെയ്യുന്ന ഒരു എക്സ് എന്നുള്ള വേരിയബിൾ എ തൊട്ട് ബി വരെ വേരി ചെയ്യാം. ഓക്കെ, കറസ്പോണ്ടിങ് y നമുക്ക് മാർക്ക് ചെയ്താൽ കണ്ടിന്യൂസ് ആണെന്നും കൂടി സപ്പോസ് ചെയ്യാം. ഐ എം ഡ്രോയിങ് ദിസ്, y ഈക്വൽ ടു എഫ് ഓഫ് എക്സിനെ വരച്ച് കിട്ടിയ ഗ്രാഫാണിത് എന്ന് സപ്പോസ് ചെയ്യുന്നു. നമുക്ക് ഇതിന്റെ ആവറേജ് ആണ് കാണേണ്ടത്. ഇതിന്റെ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേ കൺസെപ്റ്റ്, ഡിസ്ക്രീറ്റ് കേസിലെ കൺസെപ്റ്റ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചാൽ, ഇവിടെ നമ്മൾ ഓരോ പോയിന്റിലും ഉള്ള ഫംഗ്ഷണൽ വാല്യൂ എടുത്ത് ആഡ് ചെയ്ത് ടോട്ടൽ നമ്പർ ഓഫ് പോയിന്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നുള്ളത് ഇൻ എഫക്റ്റ് പെട്ടെന്ന് പ്രാക്ടിക്കൽ അല്ല. ബിക്കോസ് ഇതിന്റെ ഇടയ്ക്കുള്ള പോയിന്റ്സിന്റെ എണ്ണം ഇൻഫൈനൈറ്റ് ആണ്. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട് ഇതിന്റെ ഇടയ്ക്ക്. ഇതിന്റെ ഇടയ്ക്ക് എക്കും ബിക്കും ഇടയ്ക്ക് മാത്രമല്ല, ഇതിന്റെ ഇടയ്ക്ക് ഏതൊരു ചെറിയ സെഗ്മെന്റ് എടുത്താലും അതിന്റെ ഉള്ളിൽ തന്നെ വീണ്ടും ഇൻഫൈനൈറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ട്. Okay, any two real numbers if you select, in between those two real numbers there are infinitely many points. Okay, അപ്പൊ നമ്മൾ എങ്ങനെ ആവറേജ് കാണും എന്ന് നോക്കുമ്പോൾ ആവറേജിന് ഒരു അപ്രോക്സിമേഷൻ കൊടുക്കാം. ആവറേജിന് ഒരു അപ്രോക്സിമേഷൻ കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ഇടയ്ക്കുള്ള കുറെ പോയിന്റ്സിനെ ഇങ്ങോട്ട് സെലക്ട് ചെയ്തു. ഈ പോയിന്റ്സിലൊക്കെയുള്ള ഫംഗ്ഷണൽ വാല്യൂസ് വേണമെങ്കിൽ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇത് x1 ആണെങ്കിൽ എഫ് ഓഫ് x1 എന്നുള്ളത് കറസ്പോണ്ടിങ് ഇതിലേക്ക് വരുന്ന ഹൈറ്റ് ആണ്. അതേപോലെ എഫ് ഓഫ് എക്സ് ഐ ജനറലി എടുത്ത് ഓരോ പോയിന്റിലും ഉള്ള ഫംഗ്ഷണൽ വാല്യൂ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. അങ്ങനെ ഡിറ്റർമൈൻ ചെയ്താൽ യു ക്യാൻ കമ്പ്യൂട്ട് ദ സം. ഞാനിപ്പോ ഇവിടെ ഞാൻ വൺ നോട്ടിൽ തന്നെ എഴുതാം. യു ക്യാൻ കമ്പ്യൂട്ട് ദ സം. ഓരോ പോയിന്റിലുള്ള ഫംഗ്ഷണൽ വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സം എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് എഫ് ഓഫ് x1 പ്ലസ് എഫ് ഓഫ് x2 പ്ലസ് എക്സെട്ര നമ്മൾ n ഇന്റർവെൽസ് എടുത്താൽ എഫ് ഓഫ് xn വരെ ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് ഇന്റർവെൽസ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പോയിന്റ്സ് ആണ് ഇവിടെ. ഈ സമ്മേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, സിഗ്മ എഫ് ഓഫ് എക്സ് ഐ ഡിവൈഡഡ് ബൈ n. ഈ സിഗ്മ എടുക്കുന്നത് എവിടെ തൊട്ട് എവിടെ വരെയാണ്? i ഈക്വൽ ടു 1 to n. ഓക്കെ, ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് ഒരു അപ്രോക്സിമേറ്റ് ആവറേജ് മാത്രമാണ്. അപ്രോക്സിമേറ്റ് ആവറേജേ ആവുന്നുള്ളൂ. നമ്മൾ കുറച്ച് പോയിന്റ്സ് മാത്രമല്ലേ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അതിനു പകരം നമ്മൾ ഈ നമ്പർ ഓഫ് ഇന്റർവെൽസ് കൂട്ടിക്കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ആവറേജിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ എക്സാക്റ്റ് ആയിട്ട് ഈ ഫംഗ്ഷന്റെ മൊത്തം ആവറേജ് കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന, കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുന്ന ഈ ഫംഗ്ഷന്റെ ആവറേജ് കിട്ടണമെങ്കിൽ നമ്മൾ എടുക്കുന്ന ഇന്റർവെൽസിന്റെ എണ്ണം
കൂട്ടി എത്ര കൂട്ടുകയെന്ന് വെച്ചാൽ ദാറ്റ് വിൽ മസ്റ്റ് ബി ടെൻഡിങ് ടു ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യണം. ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എടുക്കണം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ദിസ് എക്സ്പ്രഷൻ. ഓക്കെ, അപ്പൊ ഈ എക്സ്പ്രഷൻ n ടെൻസ് ടു ഇൻഫിനിറ്റി എടുക്കുമ്പോൾ നമ്മൾ ഇന്റർവെൽ എടുത്തിരിക്കുന്നത് ടോട്ടൽ ഇന്റർവെൽ ലെങ്ത് AB ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഇന്റർവെലിന്റെ ലെങ്ത് നമ്മൾ ഈക്വൽ ഇന്റർവെൽസ് ഒക്കെ ആയിട്ട് എടുക്കാന്ന് വിചാരിക്കുക. ഈക്വൽ ഇന്റർവെൽ ആയിട്ട് എടുത്താൽ ഒരു ഇന്റർവെലിന്റെ ലെങ്ത് എന്ന് പറയുന്നത് h അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാം. ഒരു ഇന്റർവെലിന്റെ ലെങ്ത് എന്ന് പറയുന്നത് b മൈനസ് എ ഡിവൈഡഡ് ബൈ n ആണ്. അതുകൊണ്ട് n ക്യാൻ ബി ഒബ്റ്റൈൻ ലൈക്ക് b മൈനസ് എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. എനിക്കൊന്ന് ടെക്സ്റ്റിൽ അത് h എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് b മൈനസ് എ ഡിവൈഡഡ് ബൈ h. And you take the summation, limit n tends to infinity is sigma f of xi, where I varies from 1 to n, all divided by, instead of n, I am writing b minus a divided by h. And that h will be going to the numerator. So this can be written in the form limit n tends to infinity 1 by b minus a into sigma I equal to 1 to n f of xi into h. h എന്നുള്ളത് ഡെൽറ്റ എക്സ് എന്നോ എച്ച് എന്നോ എന്ത് വേണമെങ്കിലും ഡിനോട്ട് ചെയ്യാം. പ്രസന്റ് ഐ എം റൈറ്റിംഗ് എച്ച്. ഓക്കെ, അപ്പോൾ ഇതിൽ 1 by b minus a is just a constant that you can take outside the limit. ലിമിറ്റിന് പുറത്തേക്ക് എടുക്കാം. So it can be written like 1 by b minus a into limit n tends to infinity sigma I equal to 1 to n f of xi into delta xi. ith interval length or generally delta x then denote cheyyum. Okay, by definition it is the integral of f from a to b. നമ്മൾ define ചെയ്തിരിക്കുന്നത് this portion inside the selected oval. Okay, it is integral a to b f of x dx. Okay, so what you are getting is, if f is a continuous function defined on closed interval ab, average value of the function can be taken as 1 by b minus a integral a to b f of x dx. Okay, അതാണ് നമ്മളുടെ ഈ നോട്ടിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാനത് താഴേക്ക് സ്ക്രോൾ ചെയ്യാം. മീൻ വാല്യൂ തിയറത്തിന് മുമ്പ് ഇവിടെ ഏതാ പോയിന്റ്സ് ആണ്, ഇവിടെ വി എന്നാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എഫ് ഓഫ് എക്സ് എഫ് എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ യൂഷ്വലി ഫംഗ്ഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എഫ് എന്നായതുകൊണ്ട് ഇവിടെ വി ആയിട്ടാണ് അത് എടുത്തിരിക്കുന്നത്. യൂഷ്വലി പ്രാക്ടിക്കലിലൊക്കെ അത് വെലോസിറ്റി ഒക്കെ ആയതുകൊണ്ടായിരിക്കും ഇവിടെ വി എന്നുള്ള സിമ്പിൾ കൊടുത്തത്. എഫ് ഓഫ് സി വണ്ണിന് പകരമാണ് ഇവിടെ വി ഓഫ് സി വൺ, വി ഓഫ് സി ടു അങ്ങനെയുള്ള ടേംസ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അത് ആവറേജ് വാല്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമ്മേഷൻ എടുത്തിരിക്കുന്നത്. 1 by n സിഗ്മ k ഈക്വൽ ടു 1 to n. നമ്മൾ i ഈക്വൽ ടു 1 to n എടുത്തു, ഇവിടെ k ഈക്വൽ ടു 1 to n ആണെന്ന് മാത്രം. എനിവേ ദ നമ്പർ ഓഫ് ഇന്റർവെൽസ് എന്നുള്ളത് b മൈനസ് എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ എക്സും വൈയും വെച്ചെടുത്തത്, ഇവിടെ അവര് ടൈമും ടിയും വെലോസിറ്റി വിയും ആക്കി എടുത്തിരിക്കുന്നു. വിയും ടിയും തമ്മിൽ വേരിയബിൾസിലുള്ള ചേഞ്ച് ഉണ്ടെന്ന് മാത്രം. ദ കൺസെപ്റ്റ് ഈസ് സെയിം. ഓക്കെ, അപ്പോ എങ്ങനെ വരും? ഫൈനലി വാട്ട് വി ആർ ഗെറ്റിംഗ് ഈസ്, നമ്മൾ ആവറേജ് കാണുമ്പോൾ ഇറ്റ് ഈസ് ലിമിറ്റ് n tends to infinity 1 by b minus a into sigma k equal to 1 to n v of ck delta t. ഓക്കെ, എഫിനും എക്സിനൊക്കെ പകരം വിയും ടിയും ഒക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് മാത്രം. ഓക്കെ, ഇത് എന്തായി മാറുന്നു? അപ്പോ നമ്മളുടെ ലിമിറ്റ് ഓഫ് എ സം എന്നുള്ളത് ഇന്റഗ്രൽ ആയി മാറുന്നു. ഇന്റഗ്രൽ എ ടു ബി, ഇവിടെ വി ആണ് എഫിന് പകരമുള്ളത്, വി ഓഫ് ടി ഡി ടി. എഫ് ഓഫ് എക്സ് ഡി എക്സിന് പകരം വി ഓഫ് ടി ഡി ടി എന്ന് വരുന്നു. ആവറേജ് വെലോസിറ്റി, അപ്പൊ ഇവിടെ ടൈമും വെലോസിറ്റിയും തമ്മിൽ കണക്ട് ചെയ്ത് നിന്നുകൊണ്ട് ആവറേജ് കാണുന്നതുകൊണ്ടാണ് ഈ വേരിയബിൾസ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ യു ആർ ഫൈനലി ഗെറ്റിംഗ്, ഇപ്പൊ നമ്മൾ ടിയിലും വിയിലും ഒക്കെ കിട്ടിയത് എക്സിലേക്ക് ഇവിടെ കൺവേർട്ട് ചെയ്ത് ജനറൽ കേസ് എഴുതുകയാണ്. If f is integrable on closed interval ab, then the average value of f over closed interval ab is the number 1 by b minus a integral a to b fx dx.
ഇന്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് എന്തുകൊണ്ട് ആവറേജ് വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ എഴുതുന്നു എന്നുള്ളതിന്റെ ഒരു റീസണിങ് നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഡിസ്ക്രീറ്റ് കേസിൽ നിന്ന് നമ്മൾ കണ്ടിന്യൂസ് കേസിലേക്ക്, ഡിസ്ക്രീറ്റ് കേസും കണ്ടിന്യൂസ് കേസും ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾ വളരെ കാര്യമായി ചെയ്യുന്നതായിരിക്കണമല്ലോ അല്ലെ. അതുകൊണ്ട് ഞാൻ അത് എന്താന്ന് അധികം പറയാതിരുന്നത് ഇതിലേക്ക് പോയത്. ഓക്കെ, ദെൻ if f is integrable ആണോ അല്ലയോ എന്നുള്ളതിനൊക്കെ അവിടെ ഒരു ക്വസ്റ്റ്യൻ നിൽക്കുന്നുണ്ട്. ഇന്റഗ്രബിൾ ആണെങ്കിൽ the average value can be obtained like this. ഓക്കെ, ഇന്റഗ്രൽ a to b fx dx. ഇന്റഗ്രബിൾ ആണോ അല്ലയോ എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് ഇന്റഗ്രബിൾ ആവാതിരിക്കാം എന്നുള്ളതിനും നമ്മൾ എക്സാമ്പിൾസ് ഉണ്ട്. ഇന്റഗ്രബിൾ ആണ്, കണ്ടിന്യൂസ് ആണെങ്കിൽ, if കണ്ടിന്യൂസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഇന്റഗ്രബിൾ. ഓക്കെ, നമ്മൾ അങ്ങനെയുള്ള കുറെ ഡീറ്റെയിൽസിലേക്ക് വീണ്ടും ചെയ്യും. അതൊക്കെ പക്ഷെ നിങ്ങൾ ഇപ്പോഴല്ല, ഇവിടെ നമ്മൾ ബേസിക് ആയിട്ട് കാൽക്കുലസിന്റെ ഇനിഷ്യൽ തിയറി ചെയ്തതിന് ശേഷം അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഈ സെക്കൻഡ് സെമ്മിൽ ചെയ്യുന്നത്. ഇതിന്റെ കുറച്ചുകൂടി ഇന്റഗ്രബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഏതൊക്കെ ഇന്റഗ്രബിൾ ആവും, അല്ലാത്തത് ഏത് എന്നൊക്കെയുള്ള ജനറൽ തിയറി വി വിൽ സ്റ്റഡി ഇൻ അനദർ സം. ഓക്കെ, അപ്പൊ അവിടെ എല്ലാം ഇതൊക്കെ റീവിസിറ്റ് ചെയ്യും. നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന ഇവിടെ ചെയ്യുന്ന ഫണ്ടമെന്റൽ തിയറി ഒക്കെ കുറച്ചുകൂടി ജനറൽ ആയിട്ട് വീണ്ടും നിങ്ങൾ ഒരു സെമ്മിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമുക്ക് കിട്ടിയത് ആവറേജ് വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ എന്താണെന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിനാണ് എഫ് ആവറേജ് എന്നുള്ളതിന് എഫ് എ ബി എന്നുള്ള ഒരു സിമ്പിൾ ഒക്കെ കൊടുത്തിരിക്കുന്നത്, ആവറേജ് വാല്യൂ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ആവറേജ് വാല്യൂ ഡിഫൈൻ ചെയ്തിട്ടേ ഉള്ളൂ. നൗ we come to the next very important theorem. അതിന് മുമ്പ് ഈ എക്സാമ്പിൾ 1 എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം ആണ്. ഫൈൻഡ് ദ ആവറേജ് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4 മൈനസ് എക്സ് സ്ക്വയർ ഓവർ ദ ഇന്റർവൽ -1 3. നമുക്ക് ഇന്റർവൽ is given, function expression is given. What we want to find is the average value. For that we have the expression f average equal to 1 by b minus a integral a to b f of x dx. Okay, and you can evaluate directly, substitute for a and b, then the integral a to b becomes integral -1 to 3 4 minus x square dx. You can evaluate this integral. ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മളിപ്പോ ഇന്റഗ്രേഷന്റെ ഫോർമുല എടുക്കുകയല്ല ചെയ്യുന്നത്. ഇവിടെ ഇന്റഗ്രൽ ഓഫ് 4 എന്താ, ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ എന്താന്നൊക്കെയുള്ളത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ലിമിറ്റ് ഓഫ് എ സം ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇവർ കോട്ട് ചെയ്യുന്നു എക്സാമ്പിൾ 2 ഫ്രം സെക്ഷൻ 4.4. അവിടെ ഇത് കണ്ടുവച്ചിട്ടുള്ളതുകൊണ്ട് ആ വാല്യൂ നമ്മൾ നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫൈനലി യു ആർ ഗെറ്റിംഗ് ദ ആവറേജ് വാല്യൂ as 5/3. Okay, this is an example for finding average value of a function. Now come to the theorem 1, that is the mean value theorem for integrals. വളരെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഉള്ള ഒരു തിയറം തന്നെയാണ് ഇത് ഫോർ ഡെവലപ്പിംഗ് ന്യൂ തിയറീസ്. നമ്മൾ ഫണ്ടമെന്റൽ തിയറം പ്രൂവ് ചെയ്യാൻ പോകുമ്പോൾ അതിലേക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയന്റ് അല്ലെങ്കിൽ ഒരു ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ തിയറം, മീൻ വാല്യൂ തിയറം ഫോർ ഇന്റഗ്രൽസ്. മീൻ വാല്യൂ തിയറം ഫോർ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ടാവും അറിയോ? മൊഡ്യൂൾ 1 ചിരൺ സാർ അവിടെ വരെ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. അവിടെ നിങ്ങൾ കാണും. മീൻ വാല്യൂ തിയറം ഫോർ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഉണ്ട്. മീൻ വാല്യൂ തിയറം ഫോർ ഇന്റഗ്രൽസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ദ സ്റ്റേറ്റ്മെന്റ് if f is continuous on closed interval ab, then there exists a number c in closed interval ab such that f of c equal to 1 by b minus a integral a to b f of x dx. എന്ന് വെച്ചാൽ എഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. ഓക്കെ, അങ്ങനെയുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ആവറേജ് വാല്യൂ ഇൻ ദ ഇന്റർവൽ, അതാണ് ഈ റൈറ്റ് സൈഡിലുള്ള ടേം. ഓക്കെ, അത് ഈക്വൽ ടു എഫ് ഓഫ് സി ആവുന്ന ഒരു പോയിന്റ് സി നമ്മുടെ എക്കും ബിക്കും ഇടയ്ക്ക് ഉണ്ടാവും. അതാണ് ഈ തിയറം പറയുന്നത്. ഓക്കെ, ദ ആവറേജ് വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ will be attained by the function. Average value will be a functional value. അതാണ് ഈ തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കമ്മിങ് ടു ദ പ്രൂഫ് ഓഫ് ദ തിയറം, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ഓൺ ദ ഇന്റർവൽ എ ബി. ഓക്കെ, അപ്പോ എക്സ്ട്രീം വാല്യൂ തിയറം ഇതൊക്കെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അവിടെ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ അത് കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു പോയെങ്കിലേ നമുക്ക് നടക്കുള്ളൂ. എക്സ്ട്രീം വാല്യൂ തിയറം tells us that
f attains an absolute maximum value, small absolute minimum value small m at some number in closed interval ab, and an absolute maximum value m at some number in closed interval ab. അതായത് absolute value തിയറം പറയുന്നത് f is a continuous function in a closed interval ab. അങ്ങനെയാണെങ്കിൽ there exist absolute maximum and absolute minimum in the interval itself. Absolute maximum എന്ന് പറയുന്നത് ആ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ എടുക്കുന്ന ഏറ്റവും മാക്സിമം ആയിട്ടുള്ള വാല്യൂ. അബ്സല്യൂട്ട് മിനിമം എന്ന് പറയുന്നത് ആ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ എടുക്കുന്ന ഏറ്റവും മിനിമം വാല്യൂ. ഫംഗ്ഷൻ ഇപ്പം നമുക്ക് ഇങ്ങനെ കയറി ഇറങ്ങി കൂടുതൽ മാക്സിമം എത്തി, പിന്നെയും കുറഞ്ഞ്, പിന്നെയും വീണ്ടും വേറെ മാക്സിമം എത്തി, അങ്ങനെ വരുന്ന ഫംഗ്ഷൻ ആവാം. അതിൽ ത്രൂ ഔട്ട് ഇന്റർവെല്ലിൽ ഏതാണോ ബിഗ്ഗസ്റ്റ് വാല്യൂ അതാണ് അബ്സല്യൂട്ട് മാക്സിമം. ഏറ്റവും മിനിമം വരുന്നത് അബ്സല്യൂട്ട് മിനിമം. ഓക്കെ, ആ അബ്സല്യൂട്ട് മാക്സിമവും അബ്സല്യൂട്ട് മിനിമവും ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യും എന്നുള്ളതാണ് എക്സ്ട്രീം വാല്യൂ തിയറം പറയുന്നത്. അവിടെ എന്ത് വേണം? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്നുള്ള ഒരു കണ്ടീഷൻ അവിടെ വേണം. ഓക്കെ, അപ്പോൾ സ്മോൾ എമ്മും ക്യാപിറ്റൽ എമ്മും ആണെങ്കിൽ ഓൾ ദ ഫംഗ്ഷണൽ വാല്യൂസ് വിൽ ബി ഇൻ ബിറ്റ്വീൻ സ്മോൾ എം ആൻഡ് ക്യാപിറ്റൽ എം. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക ഫോർ എവറി എക്സ് ഇൻ closed interval AB, m less than or equal to f of x less than or equal to m. And in that case, when you integrate, നമ്മൾ ഇന്റഗ്രേഷന്റെ ഓർഡറിംഗ് ഒക്കെ കഴിഞ്ഞ സെക്ഷനിൽ ചെയ്തതാണ്. if f of x less than or equal to g of x for every x, രണ്ട് ഫംഗ്ഷൻസ് തമ്മിൽ ഒരു ഇനീക്വാളിറ്റി ഓൾവേസ് നിലനിന്നാൽ, ഇന്റർവെല് കംപ്ലീറ്റ് നിലനിന്നാൽ, ഇന്റഗ്രേഷൻ തമ്മിലും അതേ ഇനീക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ കണ്ടതാണ്. ഇവിടെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം ഈ മൂന്ന് ടേംസും. ഇന്റഗ്രേറ്റിംഗ് ഫ്രം a to b, what you are getting is integral a to b m dx. Okay, what we are doing is integrating this m, integral f of x, ഇതിനെല്ലാം നമ്മൾ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു from a to b. What happens is integral m from a to b, when you integrate, you know it is m into b minus a. Dividing throughout with the b minus a, what we are getting is this inequality. Throughout b minus a കൊണ്ട് divide ചെയ്യുന്നു. Okay, so this 1 by b minus a into integral a to b fx dx, ഈ middle quantity, it is in between the absolute minimum and absolute maximum of the function. Okay, average value എന്നുള്ളത് lie in between small m and capital M. Okay, ഇതിന്റെ ഇടയ്ക്കാണ് 1 by b minus a integral a to b fx dx ഉള്ളത്. ഞാൻ റൗണ്ട് വരച്ചൊക്കെ റൗണ്ട് താഴെ പോയി സ്ക്രോൾ ചെയ്തപ്പോൾ. ഇത് ആണ് സ്മോൾ എമ്മിനും ക്യാപിറ്റൽ എമ്മിനും ഇടയ്ക്ക് കിടക്കുന്നത്. ഓക്കെ, നൗ കംസ് ദ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം. ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, f ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ഇൻ ആൻ ഇന്റർവൽ എ ബി, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡെഫിനറ്റ്ലി, അതുകൊണ്ടാണ് റേഞ്ച് അല്ലെങ്കിൽ കോഡൊമൈൻ 6 ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ഏതെങ്കിലും രണ്ട് ഫംഗ്ഷണൽ വാല്യൂസ് എടുക്കും. ഏതെങ്കിലും രണ്ട് ഫംഗ്ഷൻ എഫ് ഓഫ് എയും ബിയും തന്നെ എടുക്കണമെന്നില്ല, എഫ് ഓഫ് എ എഫ് ഓഫ് ബി തന്നെ വേണമെന്നില്ല, എൻ പോയിന്റ്സിൽ തന്നെ ആവണമെന്നില്ല. ഇനിയിപ്പോ എൻ പോയിന്റ് ഇൻ ബിറ്റ്വീൻ എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി, കെ എന്നുള്ളത് എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിക്കും ഇടയ്ക്കുള്ള ഏതോ ഒരു വാല്യൂ ആണ് k, any value, any constant value in between f of a and f of b, then there exists a point c in between a and b such that f of c equal to k. That's intermediate value theorem. Okay, f of a f of b എന്നുള്ളത് ഇങ്ങനെ തന്നെ ഇനീക്വാളിറ്റി ആവണമെന്നില്ല. f of b ഇവിടെ കിടന്ന f of a അപ്പുറത്ത് കിടക്കാം. ഓക്കെ, ആരാ ചെറുത് വലുത് എന്നുള്ളത് എന്ത് വേണമെങ്കിലും ആവാം. ഇതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. നമ്മൾ എടുക്കുന്ന ഒരു ഫംഗ്ഷൻ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഇൻ ആൻ ഇന്റർവൽ എ ബി, ഇതിന്റെ ഇടയിലാണ് നമ്മളുടെ ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് കണ്ടിന്യൂസ് ഗ്രാഫ് വരച്ചത്. ഇവിടെ ഏതെങ്കിലും രണ്ട് ഫംഗ്ഷണൽ വാല്യൂ, ഇപ്പൊ എഫ് ഓഫ് എ എഫ് ഓഫ് ബി തന്നെ ആവണമെന്നില്ല. ഇപ്പൊ ഞാൻ ഇവിടെ തൽക്കാലം ഈ എൻ പോയിന്റ് എടുത്തു, അവിടുത്തെ ഫംഗ്ഷണൽ വാല്യൂസ് ആണ് നമ്മൾ ഈ രണ്ടെണ്ണം എടുത്തത്. ഇതിന്റെ ഇടയ്ക്ക് എവിടെ വേണമെങ്കിലും ഒരു കെ നമ്മൾ ചൂസ് ചെയ്യാം. എവിടെ വേണമെങ്കിലും ഒരു കെ ചൂസ് ചെയ്താൽ, ഇഫ് യു ഡ്രോ എ ഹൊറിസോണ്ടൽ ലൈൻ അറ്റ് ദ ഹൈറ്റ് കെ, ഈ ഹൊറിസോണ്ടൽ ലൈൻ നമ്മളുടെ ഗ്രാഫിനെ ഇന്റർസെക്ട് ചെയ്യും. അപ്പൊ ഈ പോയിന്റ്സിലെല്ലാം, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സിലെല്ലാം ഫംഗ്ഷണൽ വാല്യൂ എന്തായിരിക്കും? കെ ആയിരിക്കും. അപ്പൊ ഈ ഇതിന് കറസ്പോണ്ടിങ് എന്താണോ എക്സ്, അതാണ് നമ്മൾ സി ആയിട്ട് എടുക്കുന്നത്. സിക്ക്
പല വാല്യൂസ് പോസിബിളാ. ചിലപ്പോൾ നമ്മളുടെ ഗ്രാഫ് ഒറ്റയടിക്ക് ഇങ്ങനെ പോയിട്ടേ ഉള്ളൂവെങ്കിൽ ഒരു സിയെ നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ ഇങ്ങനെ ഒന്ന് പോയി കുറഞ്ഞു വന്നു, പിന്നെയും കൂടി പോയതുകൊണ്ട് നമുക്ക് 3 സ്ഥലത്ത് സി എന്നുള്ളത് പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, എഫ് ഓഫ് എക്സ് കെ ആവുന്ന 3 പോസിബിൾ പോയിന്റ്സ് ഇവിടെ ഉണ്ട്. ഒരു പോയിന്റ് എങ്കിലും ഉണ്ടാവും എന്നുള്ളത് ഡെഫിനറ്റ് ആണ്. ഇത് ഇങ്ങനെ പോകുന്ന കേസിലാവാം, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഇവിടെ നിന്ന് വന്ന് ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് ഇങ്ങനെ വരുന്നതാവാം. ഗ്രാഫ് വരയ്ക്കുന്നതിനനുസരിച്ച് എങ്ങനെ വരച്ചാലും ഇഫ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്, 2 ഫംഗ്ഷണൽ വാല്യൂകളുടെ ഇടയ്ക്കുള്ള എനി ഫംഗ്ഷണൽ വാല്യൂ വിൽ ബി അറ്റൈൻഡ് ബൈ ദ ഫംഗ്ഷൻ. അതാണ് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം. 2 ഫംഗ്ഷണൽ വാല്യൂസിന്റെ ഇടയ്ക്കുള്ള ഏത് ഫംഗ്ഷണൽ വാല്യൂവും അറ്റൈൻ ചെയ്യും നമ്മുടെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അതാണ് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 1/b-a ഇന്റഗ്രൽ a to b fx dx എന്നുള്ളത് 2 ഫംഗ്ഷണൽ വാല്യൂസിന്റെ ഇടയ്ക്കാണ്. അപ്പൊ ഈ എമ്മും ക്യാപിറ്റൽ എമ്മും ആബ്സല്യൂട്ട് മിനിമം ആബ്സല്യൂട്ട് മാക്സിമം ആണ്. അത് ഫംഗ്ഷണൽ വാല്യൂ ആണോ എന്ന് ചോദിച്ചാൽ അതാണ് ആബ്സല്യൂട്ട് മാക്സിമം മിനിമം അറ്റൈൻ ചെയ്യുന്നുള്ള നമ്മളുടെ തിയറം. മുൻപുള്ള തിയറം ആണതും. എക്സ്ട്രീം വാല്യൂസ് അറ്റൈൻ ചെയ്യും കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പൊ ഈ എമ്മും ക്യാപിറ്റൽ എമ്മും അറ്റൈൻ ചെയ്യുന്ന പോയിന്റ്സ് ഉണ്ട്. അതിന്റെ ഇടയ്ക്കുള്ള ഫംഗ്ഷണൽ വാല്യൂ ആയിരിക്കും ഇത്. അതിന്റെ ഇടയ്ക്കുള്ള വാല്യൂ ആണ് ഇത് എന്നുള്ളത് കൊണ്ട് ഇത് അറ്റൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷണൽ വാല്യൂ ആണ് ഈ എഫ് ഓഫ് സി. എഫ് ഓഫ് സി എന്നുള്ളത് ഇതിനോട് ഈക്വൽ ആവും. അല്ലെങ്കിൽ സി എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷണൽ വാല്യൂ വിൽ ബി ദിസ് ഇന്റർമീഡിയറ്റ് വാല്യൂ. Hence the theorem is proved. Okay. Mean value theorem statement ഒന്നും കൂടി നമുക്ക് വായിക്കാം. If f is continuous on closed interval ab, then there exists a number c in ab such that f of c equal to 1/b-a integral a to b fx dx. Okay. Now coming to example 2. ഇതൊന്ന് വെരിഫൈ ചെയ്യുന്ന എക്സാമ്പിൾ ആണിത്. Find the value of c guaranteed by the mean value theorem for integrals for f of x equal to 4 minus 2x on the interval 0 to. ഇതിലൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുകയാണ്. ഇവിടുത്തെ ആവറേജ് വാല്യൂ 1/b-a ഇന്റഗ്രൽ a to b fx dx f of c ആണോ ഫോർ സം c, അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ആവറേജ് വാല്യൂ ഇവാലുവേറ്റ് ചെയ്തു. ആവറേജ് വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്താവണം? എഫ് ഓഫ് സി ആവണം. എഫ് ഓഫ് സി എന്നുള്ളത് 4 minus 2c എന്ന് എഴുതാം. അതാണ് ഈ റൈറ്റ് സൈഡിൽ 4 minus 2c എന്ന് എഴുതിയത്. ലെഫ്റ്റ് സൈഡിൽ ആവറേജ് വാല്യൂ ഓഫ് ദി ഇന്റഗ്രൽ. സോൾവ് ദ ഇക്വേഷൻ ആൻഡ് യു വിൽ ഗെറ്റ് സിക്ക് 1 എന്നുള്ള പോസിബിലിറ്റി ഇവിടെ കിട്ടും. കറസ്പോണ്ടിങ് ഗ്രാഫാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഉള്ളത്. സിക്ക് വാല്യൂ 1 കിട്ടും. സി ഈസ് ഇൻ ബിറ്റ്വീൻ 0 and 2. കറക്റ്റ് മിഡിലാണ് സി കിടക്കുന്നത്. അങ്ങനെ ഉണ്ടാവുന്ന ഒരു നിർബന്ധവും ഇല്ല. സി വിൽ ബി സം പോയിന്റ് ഇൻ ബിറ്റ്വീൻ 0 and 2. ഇവിടെ അത് കറക്റ്റ് മിഡ് പോയിന്റ് ആയിട്ട് സി കിട്ടാൻ കാരണം നമ്മളുടെ തന്നിരിക്കുന്ന കർവ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഒരേപോലെയാണ് അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് വരിക. സ്ലോപ്പ് സെയിം ആണ്. അപ്പൊ അതിന്റെ മിഡ് പോയിന്റ് ആവറേജ് വാല്യൂ കറക്റ്റ് മിഡിൽ തന്നെ വന്നു. ഇതിന് പകരം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ വരുന്ന ഒരു ഫംഗ്ഷൻ ആയിരുന്നെങ്കിൽ ഈ സി മിഡ് പോയിന്റിൽ തന്നെ വരണമെന്നില്ല, സംവേർ ഇൻ ബിറ്റ്വീൻ 0 and 2 ആവുമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ മീൻ വാല്യൂ തിയറത്തിന്റെ പ്രൂഫ്. അപ്പൊ അതിൽ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറവും എക്സ്ട്രീം വാല്യൂ തിയറവും എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ റിസൾട്ട്സും മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യപ്പെടുന്ന ഓരോ റിസൾട്ട്സും നമുക്കുള്ള ടൂൾസ് ആണ് ഫോർ ഡെവലപ്പിംഗ് ന്യൂ തിയറീസ്. പുതിയ പുതിയ തിയറികൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് ആണ് ഓരോരോ തിയറംസും. ഓക്കെ, അങ്ങനെയുള്ള ടൂൾസ് 2 നമ്മൾ എടുത്ത് ഉപയോഗിച്ചിട്ട് പുതിയൊരു ടൂൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇവിടെ. ദാറ്റ് ഈസ് മീൻ വാല്യൂ തിയറം ഫോർ ഇന്റഗ്രൽസ്. ഓക്കെ, നൗ വി കം ടു ദ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് പാർട്ട് 1. Okay, directly I'm going to the statement of the theorem. Statement of the theorem is if f is continuous on closed interval ab, then the function f defined by f of x equal to integral a to x f of t dt is differentiable on ab, and f dash x, the derivative, equal to small f of x. Okay, അപ്പൊ നമ്മൾ പറഞ്ഞു this is the crucial theorem which connects integration and differentiation. ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഡിഫൈൻ ചെയ്യപ്പെടുന്നത് 2 വ്യത്യസ്ത രീതികളിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടാണെങ്കിലും അവർ തമ്മിലുള്ള കണക്ഷൻ എന്ത് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഫണ്ടമെന്റൽ തിയറംസ്.
ഓക്കെ, അപ്പൊ അതിലെ ഒന്നാമത്തെ പാർട്ടാണ് ഈ തിയറം. ഇതിലെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ക്ലോസ് ഇന്റർവൽ എ ബിയിൽ. നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ സ്മോൾ എഫ് ആണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിട്ട് തന്നിട്ടുള്ളത്. ക്യാപിറ്റൽ എഫ് എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻഡ് ആസ് ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് നമ്മൾ വിളിക്കുന്നതാണ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ. സ്മോൾ എഫിന്റെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ് ക്യാപിറ്റൽ എഫ്. ഓക്കെ, അത് അങ്ങനെയാണ് അവർ തമ്മിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എഫ് ഇസ് ഡിഫൈൻഡ് ലൈക്ക് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ഓഫ് സ്മോൾ എഫ്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നമ്മളുടെ ഹൈപ്പോത്തസിസ് ആണ്. എഫ് സ്മോൾ എഫ് കണ്ടിന്യൂസ് ആണെന്നും ക്യാപിറ്റൽ എഫ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ഓഫ് സ്മോൾ എഫ് ആണെന്നുള്ളതും ഒക്കെ ഈ തിയറത്തിന്റെ ഹൈപ്പോത്തസിസ് ആണ്, ഗിവൺ കണ്ടീഷൻസ് ആണ്. ദെൻ കൺക്ലൂഷൻ എന്താന്ന് വെച്ചാൽ, ദെൻ വാട്ട് ഡസ് ഇറ്റ് ഫോളോ ഈസ് ക്യാപിറ്റൽ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി. അങ്ങനെയാണെങ്കിൽ ദ ബിഗ് എഫ് ഈസ് differentiable on AB and the derivative is equal to small f of x. Okay, capital F എന്നുള്ളത് small f ന്റെ indefinite integral ആണെങ്കിൽ capital F ന്റെ ഡെറിവേറ്റീവ് small f ആണ് at any point in between A and B. അതാണ് ഫണ്ടമെന്റൽ തിയറം പാർട്ട് 1 പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മളുടെ ഹൈപ്പോത്തസിസിലാണ് എന്ത് തന്നിരിക്കുന്നത്, ക്യാപിറ്റൽ എഫ് ഈസ് ദ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ഓഫ് സ്മോൾ എഫ് എന്ന് തന്നിരിക്കുന്നത്. കൺക്ലൂഷനിലാണ് എഫിന്റെ ഡെറിവേറ്റീവ് ക്യാപിറ്റൽ എഫിന്റെ ഡെറിവേറ്റീവ് സ്മോൾ എഫ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി തിരിച്ച് സെക്കൻഡ് അതിന്റെ ഒരു കോൺവേഴ്സ് മോഡലാണ് നമ്മളുടെ പാർട്ട് 2 വരാൻ പോകുന്നത്. ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് പാർട്ട് 2 വരിക എങ്ങനെയാണെന്ന് വെച്ചാല്, നമുക്ക് തരിക ക്യാപിറ്റൽ എഫ് സ്മോൾ എഫിന്റെ ആന്റി ഡെറിവേറ്റീവ് ആണെന്ന് തരും. അതായത് ക്യാപിറ്റൽ എഫിന്റെ ഡെറിവേറ്റീവ് ആണ് സ്മോൾ എഫ് എന്ന്. ഈ തിയറത്തിന്റെ കൺക്ലൂഷൻ എന്താണോ അതാണ് നമ്മൾ ഇനി സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോൾ ഉള്ള ഹൈപ്പോത്തസിസ് ആയിട്ട് വരിക. ഓക്കെ, ക്യാപിറ്റൽ എഫിന്റെ ഡെറിവേറ്റീവ് ആണ് സ്മോൾ എഫ് എന്ന് തന്നാൽ then integral of small f can be obtained in terms of the capital F എന്നുള്ളതാണ് നമ്മളുടെ പാർട്ട് 2 വരാൻ പോകുന്നത്. ഓക്കെ, രണ്ടും കൂടി ഒന്നിച്ച് ചെയ്താൽ നമുക്ക് അത് കൺഫ്യൂഷൻ കൂടുതൽ ഉണ്ടാവും. അതിന്റെ പ്രൂഫ് എഴുതുന്നിടത്തൊക്കെ ഒരു ബുദ്ധിമുട്ട് വരാന്നുള്ളതുകൊണ്ട് അത് രണ്ടും രണ്ട് പാർട്ടായിട്ട് തരുന്നു. നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു കോൺവേഴ്സ് മോഡൽ വരും പാർട്ട് 2, 3 തിയറം. അപ്പൊ ഇവിടെ എന്താണ് ഹൈപ്പോത്തസിസ്, എന്താണ് കൺക്ലൂഷൻ? തിയറത്തിൽ എപ്പോഴും ഹൈപ്പോത്തസിസും കൺക്ലൂഷനും ഉണ്ടല്ലോ. ഈഫ് എന്ന് പറഞ്ഞ് തരുന്നതെല്ലാം ഹൈപ്പോത്തസിസ് ആണ്. ദെൻ എന്ന് പറഞ്ഞ് എന്താണോ കൺക്ലൂഡ് ചെയ്യുന്നത് അതാണ് കൺക്ലൂഷൻ. അപ്പൊ ഇവിടെ ഹൈപ്പോത്തസിസിലുള്ളത് ഞാൻ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയാണ്, എഫ് കണ്ടിന്യൂസ് ആണ്, കൂടാതെ ക്യാപിറ്റൽ എഫ് ഈസ് ദ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ഓഫ് സ്മോൾ എഫ് എന്നുള്ളത് രണ്ടും ഹൈപ്പോത്തസിസ് ആണ്. ദെൻ ദ കൺക്ലൂഷൻ ഈസ് ക്യാപിറ്റൽ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് ഈസ് സ്മോൾ എഫ് ഓഫ് എക്സ്. ഓക്കെ, ആൻഡ് കമ്മിങ് ടു ദ പ്രൂഫ്. പ്രൂഫും കൂടെ ഇന്ന് ചെയ്യാമോ? പ്രൂഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള തിയറം ഇപ്പൊ നമ്മൾ ചെയ്ത മെയിൻ വാല്യൂ തിയറാണ്. ഓക്കെ, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രൂഫ് വിൽ ബി വെരി ഈസി. എന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും കൂടി ചെയ്യാം പ്രൂഫ് എന്താന്നുള്ളത്. എന്നിട്ട് നമുക്ക് പിന്നെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത സെഷനിൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. അതോടുകൂടി മൊഡ്യൂൾ 3 കംപ്ലീറ്റ് ആവും. അപ്പൊ ഈ തിയറത്തിന്റെ പ്രൂഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫിക്സ് എക്സ് ഇൻ എ ബി. ഫിക്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിലെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് കാണേണ്ടത്. ആ പോയിന്റ് ഏതാന്നുള്ള ഒരു എക്സ് നമ്മൾ ഫിക്സ് ചെയ്തു. എനി എക്സിന് ആ ഡെറിവേറ്റീവ് തമ്മിലുള്ള ഡെറിവേറ്റീവ് ഓഫ് ക്യാപിറ്റൽ എഫ് സ്മോൾ എഫ് എന്ന് പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പൊ ഒരു ആർബിട്രറി എക്സിൽ നമ്മൾ ഫിക്സ് ചെയ്തു. അവിടെ ഒരു ചെറിയ ഇൻക്രിമെന്റ് കൊടുത്ത് എക്സ് പ്ലസ് എച്ച് എന്നുള്ള പോയിന്റും കൂടി ആ ഇന്റർവെല്ലിൽ നിൽക്കുന്ന രീതിയിൽ ഒരു സ്മോൾ എച്ച് കൊടുത്തു. എച്ച് എത്ര വേണമെങ്കിലും സ്മോൾ എടുക്കാം, കാരണം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നിടത്ത് ഈ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ എച്ച് ക്യാൻ ബി വെരി സ്മോൾ ഇൻ സച്ച് എ വേ ദാറ്റ് എക്സ് പ്ലസ് എച്ച് റിമൈൻസ് ഇൻ ദ ഇന്റർവൽ എ ബി ഇറ്റ് സെൽഫ്. ഓക്കെ, ദെൻ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ്, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ്, ആ ഡിഫറൻസ് ഫങ്ഷണൽ വാല്യൂസിന്റെ ഡിഫറൻസ്. നമ്മൾ ഇതിന്റെ റേഷ്യോ ഒക്കെ എടുത്ത് ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് വേണം ഡെറിവേറ്റീവിലേക്ക് പോകാൻ. അതുകൊണ്ടാണ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് എന്നുള്ള എക്സ്പ്രഷൻ എടുക്കുന്നത്. ബൈ ഡെഫിനിഷൻ ഇത് ഇന്റഗ്രൽ എ ടു എക്സ് പ്ലസ് എച്ച് എഫ് ഓഫ് ടി ഡി ടി മൈനസ് ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി ആണ്. ടി എന്നുള്ള വേരിയബിൾ ആണ് യൂസ് ചെയ്യുന്നത്, ഡമ്മി വേരിയബിൾ ആണ്. നമുക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ട് ഈ ടി എന്നുള്ളത് എവിടെ എന്ത് വേരിയബിൾ വേണമെങ്കിലും കൊടുക്കാം, കാരണം എ ടു എക്സ് പ്ലസ് എച്ച് എന്നുള്ള ലിമിറ്റ് പോയിന്റ്സിനാണ് നമുക്കിതിൽ പ്രാധാന്യം.
ഓക്കെ, ഫങ്ഷണൽ വാല്യൂസ് എടുത്ത് ഇന്റർവൽ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സം എടുത്ത് ലിമിറ്റ് അപ്ലൈ ചെയ്താണ് നമ്മൾ ഇന്റഗ്രേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അവിടെ ഈ ടിക്ക് വലിയ പ്രസക്തിയില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ എക്സ്പ്രഷൻസ് എഴുതാം. ബൈ ദ ഡയറക്റ്റ് ഡെഫിനിഷൻ ഓഫ് ക്യാപിറ്റൽ എഫ് വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. നൗ യു ക്യാൻ സ്പ്ലിറ്റ് ദ ഫസ്റ്റ് ഇന്റഗ്രൽ ഇൻടു ഇന്റഗ്രൽ ഫ്രം എ ടു എക്സ് ആൻഡ് ഇന്റഗ്രൽ ഫ്രം എക്സ് ടു എക്സ് പ്ലസ് എച്ച്. ഈ a to x plus h എന്നുള്ള ഇന്റഗ്രൽ you can split like integral a to x f of t dt plus integral x to x plus h f of t dt. When you split like this, one term will get cancelled. ഇന്റഗ്രേഷൻ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യാന്നൊക്കെ ഉള്ളതിനൊക്കെ നമ്മൾ ധാരണയുണ്ട്. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഒരു ടേം യു ക്യാൻ ക്യാൻസൽ ആൻഡ് ഫൈനലി വി ആർ ഗെറ്റിംഗ് ഇറ്റ് ഇന്റഗ്രൽ x to x plus h f of t dt. Okay, now we apply the mean value theorem. ഇവിടെ നമുക്ക് കിട്ടുക ഇന്റഗ്രൽ x to x plus h f of t dt എന്നുള്ള എക്സ്പ്രഷൻ മീൻ അതിന്റെ ഡിവൈഡഡ് ബൈ ദ ഇന്റർവൽ ലെങ്ത്തും കൂടി ചെയ്താൽ മീൻ വാല്യൂ ഓഫ് ദ ഇന്റഗ്രൽ ആണ് നമുക്ക് കിട്ടുക. 1 by b minus a എന്നുള്ളിടത്ത് ഇവിടെ എന്താ വരുന്നത്, x plus h ആണ് bക്ക് പകരം, aക്ക് പകരം x ആണ്. അതിന്റെ ഡിഫറൻസ് എടുത്താൽ h എന്ന് കിട്ടും. അപ്പോൾ b minus aക്ക് പകരം h ആണ്. അപ്പൊ 1 by h എന്നും കൂടി ഉണ്ടെങ്കിൽ അതിന്റെ ആവറേജ് വാല്യൂ ആണ്. 1 by h കൂടി ഉണ്ടെങ്കിൽ അത് ആവറേജ് വാല്യൂ വരും. ഓക്കെ, അപ്പോൾ ആവറേജ് വാല്യൂ വരുമ്പോ ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു 1 by h കൂടി ഉണ്ടെങ്കിൽ ഇപ്പൊ 1 by h കൂടി ഉണ്ടാവുക എന്ന് വെച്ചാൽ 1 by h ഇൻറ്റു ഇന്റഗ്രൽ എക്സ് ടു എക്സ് പ്ലസ് എച്ച് എഫ് ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ആണ്. എഫ് ആവറേജ് ഓൺ ഇന്റർവൽ എ ബി ആണ് ഇത് കിട്ടുക. ഓക്കെ, അത് ഈക്വൽ ടു സം എഫ് ഓഫ് സി ആണെന്നുള്ളതാണ് മീൻ വാല്യൂ തിയറം. വേർ സി ബിലോങ്സ് ടു ദ ഓപ്പൺ ഇന്റർവൽ എ ബി. എക്കും ബിക്കും ഇടയ്ക്കുള്ള ഏതോ ഒരു പോയിന്റ്. ഇവിടെ എയും ബിയും എന്ന് പറയുന്നത് എക്സും എക്സ് പ്ലസ് എച്ചും ആണ്. അപ്പൊ നമ്മളുടെ സി എവിടെയായിരിക്കണം ഉണ്ടാവേണ്ടത്? സി വിൽ ബി ബിലോങ്ങിങ് ടു ദ ഇന്റർവൽ എക്സ് ടു എക്സ് പ്ലസ് എച്ച്. ഇതിന്റെ ഉള്ളിലുള്ള ഒരു പോയിന്റ് ആണ് നമ്മളുടെ സി ഉണ്ടാവുക. ഓക്കെ, കാരണം ആവറേജ് വാല്യൂ ടേക്കൺ ഇൻ ദ ഇന്റർവൽ എക്സ് ടു എക്സ് പ്ലസ് എച്ച് ആണ് നമ്മൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആവറേജ് വാല്യൂ ഇൻ ദ ഇന്റർവൽ എക്സ് ടു എക്സ് പ്ലസ് എച്ച്. അതുകൊണ്ട് തന്നെ ഈ ആവറേജ് വാല്യൂ ഇവിടെ 1 by h കൂടി ഉണ്ടെങ്കിൽ ഈക്വൽ ടു എഫ് ഓഫ് സി വരണം ബൈ ദ മീൻ വാല്യൂ തിയറം ഫോർ ഇന്റഗ്രൽസ്. അപ്പൊ ഇവിടെ h നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. വാട്ട് വി ആർ ഗെറ്റിംഗ് ഈസ് ദിസ് ഈസ് ദ ഡയറക്റ്റ് അപ്ലിക്കേഷൻ ഓഫ് ദ മീൻ വാല്യൂ തിയറം ഫോർ ഇന്റഗ്രൽസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ റൈറ്റ് സൈഡ് ആണ് എഫ് ഓഫ് സി എച്ച് എന്ന് കിട്ടിയത്. അപ്പൊ നമുക്ക് ഈ റൈറ്റ് സൈഡ് എഫ് ഓഫ് സി സ്മോൾ എഫ് ഓഫ് സി ഇൻറ്റു എച്ച് എന്ന് കിട്ടി. എച്ച് കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വി ആർ ഗെറ്റിംഗ് ഈസ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് ഈക്വൽ ടു 1 by h ഇന്റഗ്രൽ എക്സ് ടു എക്സ് പ്ലസ് എച്ച് എഫ് ഓഫ് ടി ഡി ടി. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഈ എച്ച് ക്യാൻസൽ ആയി മാറും. യു ആർ ഗെറ്റിംഗ് എഫ് ഓഫ് സി. സോ ഈ എക്സ്പ്രഷൻ അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയ്ക്കുള്ളത് അവിടെ ഒഴിവാക്കി നിർത്തുന്നു. നമുക്ക് കിട്ടിയത് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് കിട്ടുന്നു. ഓക്കെ, വാട്ട് വി വോണ്ട് ടു ഒബ്റ്റെയിൻ ഈസ് എഫ് ഡാഷ് എക്സ്. ഡെറിവേറ്റീവ് അറ്റ് ദ പോയിന്റ് എക്സ് ആണ്. ഫോർ ദാറ്റ് ഹിയർ വി ക്യാൻ അപ്ലൈ ദ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. When you apply the limit h tends to 0, what we are getting is left side it becomes the derivative at the point x. റൈറ്റ് സൈഡിൽ ഈ ഇടയ്ക്കുള്ളത് നമ്മൾ ഇവിടെ നമ്മൾ ലിമിറ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ വാട്ട് വി ആർ ഗെറ്റിംഗ് ഈസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് സി. എഫ് ഓഫ് സിന്റെ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. സി എവിടെയാണുള്ളത്? എക്സിനും എക്സ് പ്ലസ് എച്ചിനും ഇടയ്ക്കാണ് സി ഉള്ളത്. ഓക്കെ, ഇസ്മായിൽ ഇങ്ങോട്ട് ഫോണിൽ വിളിക്കണ്ടല്ലോ, പിന്നെ വിളിക്കാം. ഇസ്മായിലിനെ കട്ട് ചെയ്യാം. ക്ലാസ് കഴിഞ്ഞെന്ന് വിചാരിച്ച് ഇസ്മായിൽ വിളിക്കുന്നതാണോ? ഇസ്മായിലിനോട് പിന്നെ സംസാരിക്കാം കേട്ടോ. നമ്മൾ ഇത് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ, നമുക്ക് 1 മണിക്കൂർ പിന്നെ ഇടുന്നു. സോ സി വിൽ ബി ഇൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് എക്സ് പ്ലസ് എച്ച്. അപ്പോ എന്ത് വരുന്നു? ഈ സി ഇതിന്റെ ഇടയ്ക്കാണ്. എച്ച് 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് എച്ച് എക്സിലേക്ക് ടെൻഡ് ചെയ്യും. ഓക്കെ, എക്സിനും എക്സ് പ്ലസ് എച്ചിനും ഇടയ്ക്ക് എവിടെയോ ആണ് സി കിടക്കുക. ഈ എക്സ് പ്ലസ് എച്ച് മാറി എക്സ് ആയി മാറുമ്പോൾ സിയും കൂടി ഒപ്പം എന്തിലേക്ക് പോകുന്നു? എക്സ് ആയി മാറുന്നു. സി അതിന്റെ ഉള്ളിൽ കിടന്ന് ഞെരുങ്ങാണ്. എച്ച് 0ലേക്ക് പോകുമ്പോൾ
x plus h xിലേക്ക് പോകും. ഇതിന്റെ ഇടയ്ക്ക് കിടക്കുന്ന c also will be tending to x. So what happens is f of c becomes f of x. F of c becomes f of x. So you got the required thing. That is our desired result. F dash x equal to capital F dash x equal to small f of x. Okay. Hence we proved the fundamental theorem of integral calculus part 1. Okay. Clear ആണോ എല്ലാവർക്കും? നിങ്ങൾക്കൊരു ഏകദേശ ധാരണ അതിലായിട്ടുണ്ടെങ്കിൽ when you work on it, സെൽഫായിട്ട് അതിൽ വായിച്ച് തിങ്ക് ചെയ്യുമ്പോൾ you will get the complete idea. ക്ലിയർ ആണോ? ആരാ പറയാ? സൗമ്യ? ഓക്കെ. ഇനി എന്താന്ന് വെച്ചാല് ഇതിപ്പോ തന്നെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കിട്ടണം എന്നില്ല. നിങ്ങൾക്ക് അതിന്റെ ഐഡിയ എന്താന്നുള്ളത് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് എടുത്ത് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ സെക്ഷൻ യു ഹാവ് ടു ഗോ ത്രൂ ഈച്ച് ആൻഡ് എവറി ലൈൻ. ഓക്കെ. എന്നിട്ട് എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കുക, സ്വന്തം ഉള്ളിൽ ആലോചിക്കുക, എന്നിട്ട് റീസണിങ്ങിലേക്ക് എത്തുക. ഓരോന്നിനും എന്താണ് അവിടെ കാരണങ്ങൾ ഉള്ളത് എന്നുള്ളത് സ്വയം ബോധ്യപ്പെടുന്നത് വരെ അതിന്റെ പുറത്ത് ആലോചിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ നമുക്ക് ഐഡിയാസ് ഒക്കെ ക്ലിയർ ആവും. ഈ ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലുണ്ടാവും വേണം. കാരണം പിന്നീടുള്ള സെക്ഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ പിന്നീട് സെക്ഷൻ നേരിട്ട് ഇതെടുത്തൊന്നും അപ്ലൈ ചെയ്യണമെന്നില്ല. പക്ഷെ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്ത ആലോചനകളും ചിന്തകളും ഈ റിസൾട്ടുകളും പല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഫർദർ സ്റ്റഡിക്ക്. ഓക്കെ. അപ്പോൾ സ്വയം മനസ്സിലാവുന്നത് വരെ ക്ലിയർ ആവുന്നത് വരെ അത് വായിക്കാം. ഓക്കെ. അപ്പൊ ശരി, നമുക്കെന്നാ വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ നീ ഇതിന് ശേഷമുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. നമുക്ക് ഈ സെക്ഷനിൽ ബാക്കി വരാൻ പോകുന്നത് ഇത് വെച്ചിട്ട് ഈ ഡെറിവേറ്റീവ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഉണ്ട്. അത് ചെയ്യാം. നമുക്ക് ഇപ്പൊ സമയം കുറവായതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോവാത്തത്. നിങ്ങൾ ആ പ്രോബ്ലംസ് എങ്ങനെയെന്ന് ചെയ്യാൻ നോക്കണം. ഓക്കെ. നമ്മൾ മുമ്പ് +2 പഠിച്ചിട്ടുള്ളത് അല്ലാതെ ഇവിടെ ഇന്റഗ്രൽ 0 to x³ ഒക്കെ തന്നിട്ട് പിന്നെ ഇവിടെ y-ന്റെ ഡെറിവേറ്റീവ് കാണാനൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. നമുക്കത് ചെയ്യാം, അടുത്ത സെക്ഷനിൽ ചെയ്യാം. അതിന് മുൻപ് ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ആദ്യത്തെ എക്സാമ്പിൾസ് 2 കൂടി ചെയ്യാൻ നോക്കുക. ടെക്സ്റ്റിലെ എക്സസൈസിലും തുടക്കമുള്ളത് ചെയ്യാം. പിന്നെ നമ്മൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് പാർട്ട് 2 ചെയ്യും. ദാറ്റ് വിൽ ഡു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ. അതിന് പ്രൂഫ് ഉണ്ട്. ഇപ്പൊ ഈ പ്രൂഫ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് നേരിട്ട് ഇതിന്റെ പ്രൂഫ് ഒന്നും ചോദിക്കാൻ ഈ സെക്കൻഡ് സെമിസ്റ്ററിലെ ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാവണം എന്നില്ല. പക്ഷെ അതിന്റെ ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കുന്നതാണ് നല്ലത്. ഓക്കെ. അപ്പോ പിന്നെ അതിന്റെ പ്രോബ്ലംസും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് വരുന്ന പ്രോബ്ലംസ് ഉണ്ട്. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയെന്നൊക്കെയുള്ള ധാരണകൾ ഉള്ള അങ്ങനെ വരുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ഓഡ് ആൻഡ് ഈവൻ ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രൽ എന്തെന്നും കൂടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ 2 പ്രോബ്ലം കൂടി ചെയ്താൽ ദ സെഷൻ വിൽ ബി കംപ്ലീറ്റഡ്. ഓക്കെ. അപ്പോൾ 4.5 അത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാൻ.